SSF കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ജൂലൈ 19 മുതൽ 27 വരെ ബദിയടുക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാംസ്കാരിക സാമൂഹിക പ്രവർത്തന രംഗത്തേക്ക് അവരെ കൈപിടിച്ചുയർത്താനും വേണ്ടി സംഘടിപ്പിക്കുന്ന വലിയ ഉദ്യമമാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത്. ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം ബദിയടുക്ക കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നത് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ്. ഫാമിലി ബ്ലോക്ക് സാഹിത്യോത്സവങ്ങൾക്ക് ശേഷം 570 യൂണിറ്റ് സാഹിത്യോത്സവവും 57 സെക്ടർ സാഹിത്യോത്സവങ്ങളും 9 ഡിവിഷൻ സാഹിത്യോത്സവങ്ങളും പൂർത്തിയാക്കി 10,000-ലേറെ വിദ്യാർത്ഥികളെ സാഹിത്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കിയതിനു ശേഷമാണ് ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത്. ജില്ലാ സാഹിത്യോത്സവത്തിലെ ഈ വർഷത്തെ പ്രമേയം വരാന്തയാണ്. വരാന്ത വീടിൻ്റെ പുറം ഭാഗമാണ്, മുഖ്യ കവാടത്തിനു മുമ്പുള്ള ഇടം. വീട് ഉടമസ്ഥതയും അധികാരവുമാണെങ്കിൽ വരാന്ത അതിൻ്റെ അതിര് മാത്രമാണ്, അത്ര പെട്ടെന്ന് അകത്തേക്ക് കയറാനും അനുഭവിക്കാനുമാകാത്ത ഇടം. സമാനമാണ് സമൂഹത്തിലെ ചിലരുടെ സ്ഥാനം. വരാന്തവൽക്കരിക്കപ്പെട്ടവർ സമൂഹത്തിൻ്റെ ചൂടോ തണുപ്പോ പൂർണ്ണമായും അനുഭവിക്കാതെ അതിരുകളിൽ ഒറ്റപ്പെട്ടു പോയവർ. തങ്ങളുടെ യാഥാർത്ഥ്യവുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിലും ഓരോ തവണയും സമൂഹം അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരെ അടയാളപ്പെടുത്തുക എന്നത് കൂടിയാണ് സാഹിത്യോത്സവം സാധ്യമാക്കുന്നത്. പ്രശസ്ത മലയാള നോവലിസ്റ്റ് അംബിക സുധൻ മാങ്ങാടാണ് ഈ വർഷത്തെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. സാഹിത്യോത്സവ ഭാഗമായി കാസർഗോഡ് നേരിടുന്ന സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ കൂടി ചർച്ചയാകും. കാസർഗോഡ് മെഡിക്കൽ കോളേജ്, ചുവപ്പ് നാടയുടെ കടും കെട്ടുകൾ, കാസർഗോഡിൻ്റെ വിദ്യാഭ്യാസ നീതി തുടങ്ങിയ വിഷയത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കും. ജൂലൈ 24 ജില്ലയിലെ 32 പ്രാസ്ഥാനിക നേതാക്കൾ ചേർന്ന് സംഗമത്തിന് പതാക ഉയർത്തും. ശേഷം നടക്കുന്ന പ്രാസ്ഥാനിക സമ്മേളനത്തിൽ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സുലൈമാൻ കരിവള്ളൂർ, ബഷീർ പുളിക്കൂർ, മൂസ സഖാഫി കളത്തൂർ, CN ജാഫർ, സാദിഖ് ആവളം തുടങ്ങിയവർ സംസാരിക്കും. 25 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ AKM അഷ്റഫ് നെല്ലിക്കുന്ന്, CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖർ, R രാജഗോപാലൻ, ഷാനവാസ് പാദൂർ എന്നിവർ പങ്കെടുക്കും. SSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം യൂസഫ് സഖാഫി മുത്തേടം വിഷയാവതരണം നടത്തും. വിവിധ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും. ജൂലൈ 26, 27 തീയതികളിലായി ജില്ലയിലെ 9 ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ നിന്ന് വിജയിച്ച 1000-ലേറെ വിദ്യാർത്ഥികൾ 13 വേദികളിലായി മത്സരങ്ങൾ കാഴ്ചവെക്കും. 26 വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സാഹിത്യ സംഗമം പ്രശസ്ത നോവലിസ്റ്റ് അംബിക സുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. SSF ദേശീയ സെക്രട്ടറി ഫിർദൌസ് സഖാഫി വിഷയാവതരണം നടത്തും. SSF ജില്ലാ പ്രസിഡന്റ് റയീസ് മൊയ്നി അധ്യക്ഷത വഹിക്കും. ജൂലൈ 27 നടക്കുന്ന സമാപന സംഗമം സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പൂൽ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ വിഷയാവതരണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ, മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ, ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സയ്യിദ് R സൈനുൽ ആബിദിൻ തങ്ങൾ മുത്തിക്കോയ, സയ്യിദ് ബാഹസൻ തങ്ങൾ പഞ്ചിക്കൽ, സിദ്ദീഖ് സഖാഫി ബയാർ, താജുദ്ദീൻ മാസ്റ്റർ കാട്ടിപ്പാറ, അബ്ദുൽ ഖാദർ സഖാഫി, വടകര മുഹമ്മദ് ഹാജി, കാമിൽ സഖാഫി, ബഷീർ മംഗലം, അബ്ദുറഹ്മാൻ അഹ്സനി, ജമാൽ സഖാഫി യാദവ്, ഇല്യാസ് കുറ്റുമ്പ, ബാദുഷാ സഖാഫി, മുഹമ്മദ് നംഷാദ് തുടങ്ങിയവർ സംബന്ധിക്കും. സാഹിത്യോത്സവത്തിൻ്റെ വിവിധ സെഷനുകളിലായി പ്രശസ്ത എഴുത്തുകാരൻ ഷാജി കുമാർ, കേരള കേന്ദ്ര സർവകലാശാല പ്രൊഫസർ രാജേന്ദ്രൻ പിലാങ്കട്ട, ഡോക്ടർ ഷമീം കട്ടത്തടുക്ക, ഉണ്ണികൃഷ്ണൻ പുറച്ചേരി, അഹമ്മദ് ഷറീഫ്, അബ്ദുറഹ്മാൻ എരോൾ, ഫൈസൽ അഹ്സനി ഉള്ളി, അൽത്താഫ് പതിനാറുങ്കൽ, സുറാബ് തുടങ്ങിയവർ സംബന്ധിക്കും. ഇന്നു മുതൽ
19 മുതൽ തന്നെ 19 മുതൽ ഇന്ന് നമ്മുടെ സാംസ്കാരിക ഘോഷയാത്ര നടക്കുകയാണ്. അതോടൊപ്പം തന്നെ കവിതാ സമ്മേളനം കൂടി ഇന്ന് നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കവിതകളെ അവതരിപ്പിക്കാനുള്ള അവസരം കൂടി അതിൽ ഒരുക്കുന്നുണ്ട്. 180 മത്സരങ്ങൾ ഉണ്ടാവും. 1000-ലേറെ. ഇരുപതിന് നമ്മള് ആത്മീയ സംഗമം എന്ന രീതിയിൽ സിയാറത്തുകൾ ജില്ലയിലെ വിവിധ മക്കാമുകളിൽ സിയാറത്തുകൾ നടത്തും. 21-ന് പുസ്തകത്തിനും അനുഭവത്തിനും ഇടയിലെ വരാന്ത എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ എരോഡ് ഒരു സെഷൻ, ഒരു വിഷയാവതരണം, ഒരു ചർച്ച പതിയെടുക്കുക നമ്മുടെ സ്കൂൾ പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികളെയും കൂടി ഉൾക്കൊള്ളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി നടക്കും. 22-ന് കാസർഗോഡ് മെഡിക്കൽ കോളേജ് ചുവപ്പ് നാടയുടെ കടുങ്കെട്ടുകൾ എന്ന അതെ ആ ദിവസങ്ങളിലാണ് ഈ വ്യത്യസ്ത സെഷനുകൾ ചർച്ചാ സംഘം ഓരോ ദിവസങ്ങളിലാണ്. പതിയെടുക്കൽ തന്നെയാണ്. പതിയെടുക്കൽ ടൗണിൽ തന്നെയാണ്. സാംസ്കാരിക സമ്മേളനത്തിന് സമയം സാംസ്കാരിക സമ്മേളനം വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്. നമ്മളെ പ്രമേയം വരാന്ത എന്നുള്ളതാണ്. ആ പ്രമേയം ഒന്നും കൂടി നമ്മളെ കാസർഗോഡ് മാധ്യമങ്ങളും കൂടി ഏറ്റെടുക്കേണ്ട ഒരു പ്രമേയമാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രമേയ പ്രകാശനം ഇവിടെ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. വരാന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീടിന്റെ അകത്താണോ പുറത്താണോ വരാന്ത എന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. നമുക്ക് അകത്തായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുമോ, പുറത്തായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ സമൂഹത്തിൽ ചില മനുഷ്യന്മാർ അങ്ങനെയുണ്ട്. സമൂഹത്തിന്റെ അകത്താണോ പുറത്താണോ എന്ന് നമുക്ക് അവരെ അടയാളപ്പെടുത്താൻ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയോജനങ്ങൾ, വൃദ്ധരായിട്ടുള്ള മനുഷ്യന്മാർ, നമ്മളിപ്പോഴും അവരെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഈ വയോജനങ്ങൾ ഇങ്ങനെ വൃദ്ധന്മാർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് പോളിസികൾ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കി, അല്ലെങ്കിൽ അവരെ അടയാളപ്പെടുത്തുന്ന എന്ത് കാര്യങ്ങൾ നമ്മുടെ ഭരണകൂടം ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഭാവിയിൽ ഇങ്ങനെ വയോജനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവർ ഡിപ്പെൻഡഡ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാനോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അവരെ അടയാളപ്പെടുത്താൻ ഗവൺമെന്റുകൾ എന്ത് ചെയ്തു എന്നുള്ളതൊരു ചോദ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യർ, അവരുടെ പുനരധിവാസം എവിടെ എത്തി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ കാസർഗോഡുകാർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുക എന്നുള്ളതാണ് സാഹിത്യോത്സവത്തിൽ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം ബദിയെടുക്കയിൽ കൂടി ആകുമ്പോൾ നമ്മുടെ എൺമകജെ എന്ന് പറയുന്ന അംബികാസുധമ്മാങ്കാടിന്റെ പുസ്തകമൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു പരിതസ്ഥിതി എപ്പോൾ മാറ്റം വരും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊക്കെ ഒരു പുനരാലോചനയും കൂടിയാണ് നമ്മൾ ഇതിലൂടെ നടക്കുന്നത്. ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ വരാന്തയിൽ ഇരിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിന്റെ വരാന്തയിൽ ഇരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ ആരോഗ്യസ്ഥിതി നോക്കിയാൽ, കാസർഗോഡിന്റെ വിദ്യാഭ്യാസ സ്ഥിതി നോക്കിയാൽ, എല്ലാം നോക്കിയാൽ നമ്മൾ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ പിന്നോക്കാവസ്ഥയുടെ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു അന്വേഷണം കൂടിയാണ് നമ്മൾ വരാന്ത എന്ന ടോപ്പിക്കിലൂടെ സാഹിത്യോത്സവത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും കണ്ണൂർ വരെ വരുന്ന ട്രെയിൻ പോലും കാസർഗോഡ് വരാത്ത അവസ്ഥ തുടരുകയാണ്. ഇതുപോലെ നമ്മളിങ്ങനെ വരാന്തവൽക്കരിക്കപ്പെട്ടു പോയാൽ ആരാണ് ഇതിന് പരിഹാരം കാണുക? ആരാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ബദലുണ്ടാക്കാൻ ശ്രമം നടത്തുക? കാസർഗോഡ് ജില്ലയിലെ 57 സെക്ടറിലും 9 ഡിവിഷനിലും സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞു. 1000-ലേറെ വിദ്യാർത്ഥികളോടെ സംബന്ധിച്ചു. ഈ ഓരോ വേദികളിലും വ്യത്യസ്തമായ ഈ ആശയങ്ങളെ അവിടെ ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ ആലോചനകളും സാംസ്കാരിക പ്രോഗ്രാമുകളും ഇതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. ലക്ഷങ്ങളോളം വിദ്യാർത്ഥികൾ ഈ സാംസ്കാരിക സദസ്സുകളിൽ നിറസാന്നിധ്യമായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിദ്യാർത്ഥികളിലൂടെ ഈ ജില്ലയെ, ഈ സമൂഹത്തെ, ഈ മനുഷ്യരെ പുനരാഖ്യാനിച്ചു കൊണ്ടുവരിക എന്നത് കൂടിയാണ് ലക്ഷ്യം.